നമസ്കാരം. കേരളത്തിൽ ആരോഗ്യരംഗം വിൽപ്പനയ്ക്കോ ആണെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും വൻകിട ആശുപത്രികളെ സ്വന്തമാക്കുന്നതിനായി ആഗോള പ്രൈവറ്റ് ഇക്വിറ്റി ഭീമന്മാരും കോർപ്പറേറ്റുകളും ചേർന്ന് സമീപ വർഷങ്ങളിൽ ഏകദേശം 10,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനാണോ ഇതെല്ലാം? അല്ല. വൻ നിക്ഷേപം നടത്തിയത് തിരിച്ചു പിടിച്ച് ലാഭം കൊയ്യാൻ തന്നെയാണ് വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിൽ വരുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം സുരക്ഷിതമോ? ട്രയാങ്കിളിൻ്റെ നിലപാടിലേക്ക് സ്വാഗതം. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒന്നാണ് കേരളത്തിലെ ആരോഗ്യമേഖല. നൂറ്റാണ്ടുകളോളം കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറിമാരും കേരളത്തിൻ്റെ തനത് ചികിത്സാ രീതികളും ഇതിന് ശക്തി പകർന്നിട്ടുണ്ട്. ആതുര ശുശ്രൂഷ സേവന രംഗം എന്ന പേരിനെ അനർത്ഥമാക്കുന്നതാണ് കേരളത്തിലെ ആരോഗ്യരംഗമെന്ന് പൊതുവെ പറയാവുന്നതാണ്. എന്നാൽ 2000 ആണ്ടിന് ശേഷം സ്പെഷ്യാലിറ്റി ആശുപത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും കേരളത്തിൽ സജീവമായി തുടങ്ങി. ആരോഗ്യ മേഖലയിലെ ലാഭത്തെക്കുറിച്ചുള്ള ചിന്തകൾ സമൂഹത്തിൽ സജീവമായി കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ വൻകിട കോർപ്പറേറ്റുകളും ഇക്വിറ്റി ഭീമന്മാരും കോടിക്കണക്കിന് തുകയാണ് കേരളത്തിൽ നിക്ഷേപിക്കുന്നത്. പ്രമുഖ ആഗോള നിക്ഷേപകരായ ബ്ലാക്ക് സ്റ്റോൺ, ക്വാളിറ്റി കെയർ ഇന്ത്യ വഴി കിംസ് ആശുപത്രിയുടെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കിയത് 3,000 കോടി രൂപയ്ക്ക് മുകളിൽ മൂല്യം കണക്കാക്കിയാണ് എന്നാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. പ്രമുഖ നിക്ഷേപ സ്ഥാപനമായ KKR ഗ്രൂപ്പ് കോഴിക്കോട് മിത്ര ഹോസ്പിറ്റൽ സ്വന്തമാക്കിയത് 1,200 കോടിയോളം രൂപയ്ക്കാണെന്നാണ് വാർത്തകളുള്ളത്. കോഴിക്കോട് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ശൃംഖല 3,000 കോടിയോളം രൂപയ്ക്ക് ഏറ്റെടുത്തെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ ആസ്റ്റർ മെഡിസിറ്റി 3,000 കോടിയിലേറെ രൂപയ്ക്ക് ഏറ്റെടുത്തെന്നും അറിയുന്നു. ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായല്ല ഇവർ കോടികൾ മുടക്കുന്നത് എന്നത് നാം തിരിച്ചറിയണം. ഇവിടെ നിക്ഷേപിക്കുന്ന തുകയുടെ 10 മടങ്ങ് ലാഭം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ കോർപ്പറേറ്റുകൾ കടന്നു വരുന്നത്. ആരോഗ്യത്തെ അവർ കാണുന്നത് ഒരു കച്ചവട ചരക്കായിട്ടാണ്. മനുഷ്യൻ്റെ രോഗങ്ങളെ അവർ ലാഭമുണ്ടാക്കാനുള്ള അവസരങ്ങളായിട്ടാണ് കാണുന്നത്. ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ഭീകരമുഖം തിരിച്ചറിയാൻ കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയായ ആസ്റ്റർ മെഡിസിറ്റിയുടെ അനുഭവം മാത്രം മതിയാകും. ഒരു കാലത്ത് അത്യാവശ്യം മികച്ച സൗകര്യങ്ങളുള്ളതും അതേസമയം സാധാരണക്കാരനും ചികിത്സയ്ക്കായി സമീപിക്കാവുന്നതുമായ ഒരിടമായിരുന്നു അത്. എന്നാൽ വൻകിട കോർപ്പറേറ്റുകൾ ഈ ആശുപത്രി ഏറ്റെടുത്തതോടെ സ്ഥിതി ആകെ മാറി. ഒരൊറ്റ രാത്രി കൊണ്ട് ആശുപത്രിയുടെ നിരക്കുകൾ കുതിച്ചുയർന്നു. 500 രൂപയായിരുന്ന OP ടിക്കറ്റ് നിരക്ക് ഒറ്റയടിക്ക് 800 രൂപയാക്കി വർദ്ധിപ്പിച്ചു. എന്നാൽ സീനിയർ കൺസൾട്ടൻസിന് 1000 രൂപയും ആക്കിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ കീശ ചോർത്തുന്നതാണ് ഇത്തരം കൊള്ളവിലകൾ. പണം കൊടുത്ത് ചെന്നാലും രോഗികൾക്ക് ലഭിക്കുന്നതാകട്ടെ അവഗണന നിറഞ്ഞ സമീപനങ്ങൾ. വലിയ തുക ഫീസ് നൽകി ഡോക്ടറെ കാണാൻ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഗതികേടാണ് ഇന്നുള്ളത്. 3 മണിക്കൂറിലധികമാണ് രോഗികൾ ക്ലിനിക്കുകളിൽ കാത്തിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന, ശാരീരികമായി അവശത അനുഭവിച്ച് നിൽക്കുന്ന രോഗികളാണ് ഈ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നത്. ഇത് കാര്യങ്ങളുടെ ഗൗരവം എത്രയധികം വർദ്ധിപ്പിക്കുന്നു എന്നത് നാം മനസ്സിലാക്കണം. വൻ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആശുപത്രികളും റവന്യൂ പെർ ബെഡ് വർദ്ധിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അതായത് ആശുപത്രിയുടെ ഒരു ബെഡിൽ നിന്ന് ലഭിക്കുന്ന പ്രതിദിന വരുമാനം വർദ്ധിപ്പിക്കാനാണ് മാനേജ്മെൻറ്റ് നൽകുന്ന നിർദ്ദേശം. മാനേജ്മെൻറ്റ് നിർദ്ദേശം നടപ്പിലാക്കാത്ത ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പിന്നെ അവിടെ ജോലി ചെയ്യാനാവില്ല. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളുടെ എണ്ണം കൂട്ടുക, സർജറികളുടെ എണ്ണം കൂട്ടുക, നൽകുന്ന മരുന്നുകളുടെ അളവ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ മാർഗങ്ങളാണ് ഡോക്ടർമാർ സ്വീകരിക്കേണ്ടി വരുന്നത്. പനി ബാധിച്ച് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വലിയ തുക നൽകേണ്ട ഇൻഫ്ലുവൻസ ടെസ്റ്റുകൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ്. എങ്ങനെയും വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. രോഗികളുടെ അവകാശങ്ങൾക്ക് പുല്ലുവിലയാണ് ഇത്തരം ആശുപത്രികൾ നൽകുന്നത്. മറ്റൊരു വലിയ തട്ടിപ്പാണ്
ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ നടക്കുന്നത്. രോഗിയുടെ ഇൻഷുറൻസ് പരിധി നോക്കി അത്രയും വലിയ തുകയ്ക്ക് ആശുപത്രി ബിൽ ഉയർത്തുക എന്ന തന്ത്രമാണ് ആശുപത്രി മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഇൻഷുറൻസ് കമ്പനികൾ ഓരോ സർജറിക്കും പ്രത്യേകം റേറ്റ് നിശ്ചയിച്ചെങ്കിലും അതിനെ മറികടക്കാൻ മറ്റു വഴികൾ തേടുകയാണ് മാനേജ്മെൻറ്റുകൾ. അപകടത്തിൽപ്പെട്ട് വരുന്ന രോഗികൾക്ക് വലിയ തുക ബില്ലടിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്ന തന്ത്രമാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ ലാഭമുണ്ടാക്കാനുള്ള ഒരു ബിസിനസ് സ്ഥാപനമെന്ന തരത്തിലേക്ക് തരം താഴുകയാണ് കേരളത്തിലെ ആരോഗ്യരംഗം. ഈ ഒരു ദുസ്ഥിതിക്ക് എന്ത് പരിഹാരമാണുള്ളത്? നമ്മുടെ ആരോഗ്യ മേഖലയെ കോർപ്പറേറ്റുകളുടെ ക്രൂരമായ ചൂഷണത്തിന് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതിനുള്ള ഏക പരിഹാരം നമ്മുടെ സർക്കാർ ആശുപത്രികളെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ലോകോത്തര നിലവാരമുള്ള അതീവ മിടുക്കരായ ഡോക്ടർമാരാണ് ഇന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിക്കുന്നത്. അവരുടെ കഴിവിനെയും സേവന സന്നദ്ധതയെയും പരമാവധി ഉപയോഗപ്പെടുത്താൻ തക്കവിധം സർക്കാർ സംവിധാനങ്ങളെ അടിമുടി നവീകരിക്കേണ്ടതുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകളും ലോകോത്തര നിലവാരത്തിലുള്ള ലാബോറട്ടറി സൗകര്യങ്ങളും സർക്കാർ ആശുപത്രികളിൽ ഉറപ്പാക്കണം. ഇത്തരം നടപടികൾ സർക്കാരിന് ബാധ്യതയാകാതെ നോക്കേണ്ടതും അനിവാര്യമാണ്. അതിനായി BPLന് മുകളിലുള്ളവർക്ക് ഒരു നിശ്ചിത തുക ഫീസായി വാങ്ങിയാലും തെറ്റില്ല എന്നാണ് ട്രയാങ്കിളിൻ്റെ നിലപാട്. സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണത്തിന് ഇരയാകുന്നതിനേക്കാൾ നല്ലത് സർക്കാർ ആശുപത്രികളിൽ മിതമായ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുന്നതാണ്. ആരോഗ്യമെന്നത് കച്ചവടമല്ല, മറിച്ച് ഓരോ പൗരൻ്റെയും മൗലികാവകാശമാണ്. കോർപ്പറേറ്റുകളുടെ ദയാദാക്ഷിണ്യത്തിന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അടിയറവ് വയ്ക്കരുത്. സർക്കാർ മുൻകൈയെടുത്ത് പൊതുമേഖല ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തുകയും സാധാരണക്കാരന് ആശ്രയം സർക്കാർ ആശുപത്രികളാണെന്ന ബോധ്യം തിരിച്ചു പിടിക്കുകയും വേണം. അതിനായുള്ള ശക്തമായ ജനകീയ ശബ്ദമായി മാറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.